ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലോണം വരുന്നത്. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയതാണെങ്കിൽ കുറച്ചധികം ഒരു വെളുത്തുള്ളി എടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരു 4 പീസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി, അതുപോലെ തന്നെ തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു 5-6 പീസ് വറ്റൽമുളക് കൂടെ ചേർക്കാം. സ്പൈസി കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നാൽ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു തരതരപ്പുള്ള രീതിയിൽ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഞാൻ ഇപ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം പാനിൽ തന്നെ ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസിൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. സ്പൈസി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു വെളിച്ചെണ്ണ തന്നെ കിടന്ന് നല്ലോണം ഒന്ന് കുക്കായിട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ ആദ്യം തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം നല്ലോണം ഒന്ന് കൂട്ടി വെക്കാം. തുറന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിൽ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും. അപ്പോൾ ആ ഒരു ടൈം ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ആകുമ്പോഴത്തേക്കും ഏകദേശം വെള്ളമൊക്കെ വറ്റി ഏകദേശം ആ ഒരു എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നേരത്തെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് വെച്ച ആ ഒരു ഉള്ളിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു ചിക്കന് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടില്ല. കുറച്ചൊരു തരതരപ്പ് ഉള്ള രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കളറ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കളറും കൂടുതൽ കിട്ടും. അതുപോലെ സ്പൈസിയും കുറവായിരിക്കും ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ. അത് പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന്
മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ചിക്കൻ റെഡിയാക്കി വെച്ച് ഇതിലേക്ക് ഒരു മിക്സിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൊത്തത്തിൽ ഇതൊന്ന് കവറായിട്ട് വരണം. ഒരു കോട്ടിങ് നല്ലോണം പിടിച്ചതുപോലെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ 1 മിനിറ്റും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നല്ലോണം ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. ഏകദേശം ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് എല്ലാവരും കമൻസൊക്കെ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെക്കും ഫാമിലിക്കും എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.